ഞാൻ ഹോംവർക്ക് ചെയ്യാൻ മറന്നുപോയി. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് ടീച്ചർ. മോർണിംഗ്. ഭയങ്കര വെയിറ്റ് ആണല്ലോ പറയണത് എന്നെ. ഞാൻ സൺഡേ ക്ലാസ്സിനാണ് വന്നിരിക്കുന്നത്. മര്യാദയ്ക്ക് പഠിക്കാത്തതുകൊണ്ടാണ്. ഞാൻ പറയുമ്പോൾ ഇന്നലെ ഒരു ഹോംവർക്ക് തന്നിരുന്നു. അത് ചെയ്തായിരുന്നോ? ഇല്ല ടീച്ചർ. കൊള്ളാലോ. ഇവിടെ വന്ന് 2 തലമുടിയും കെട്ടി ചീവി എന്ന് പറഞ്ഞ് ചിരിക്കുമ്പോ ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നല്ലോ. നീ എന്നും മറക്കുമല്ലേ. നീ ഒരാളും കാരണമാണ് ഞാനിപ്പോ സൺഡേ ക്ലാസ്. അവിടെ പേര് വിളിക്കാം. ജസ്ന ടീച്ചർ. ഇന്ന് ജസ്ന മാത്രമേ വന്നിട്ടുള്ളൂ. വേറെ ആർക്കും സൺഡേ ക്ലാസ് ഇല്ല. അവരൊക്കെ നല്ലവണ്ണം പഠിക്കണമെന്നാണ് ഇല്ലാത്തത്. ഞാൻ നല്ലോണം പഠിച്ചു തന്നെ. പിന്നെ കണ്ട് പഠിക്കണം. ഞാൻ ഇന്നലെ കുറെ കണ്ട് ബബ്ബ അടിച്ചോണ്ടിരുന്നത്. എന്തായാലും നമ്മൾ ഇന്ന് കുറച്ച് പോർഷൻസേ പഠിപ്പിക്കുന്നുള്ളൂ. എന്തായാലും ഞാൻ ഇനി നോട്ട് തരൂല. ഇത് ഞാൻ ഏതോ ഒരു ഇതിൽ വടി എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് കൊള്ളാം. പക്ഷെ അടി കിട്ടാതിരിക്കാമെന്ന് വിചാരിക്കേണ്ട. ഞാൻ അപ്പുറത്തെ ക്ലാസ്സിൽ കിട്ടുന്ന വാങ്ങിക്കുന്നു. നമുക്കിപ്പോ ഇവിടെ ഒന്ന് ഇരിക്കട്ടെ. ഇപ്പൊ എന്താ ഒരു 1ന്റെ ഇഞ്ചോടി അങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. 9ന്റെ ഇഞ്ചോടി അങ്ങോട്ട് എഴുതാൻ. എന്താ വൈക എഴുതുന്ന അറിഞ്ഞൂടാ. എന്ത് പറ്റി? ഇതെന്തുവാ? ആ പേര് ഇങ്ങോട്ട് ഇട. ഇതാണ് 9ന്റെ ഇഞ്ചാടി പോലെ അറിഞ്ഞൂടാത്തത്. ടീച്ചർ ഇത് മനസ്സിലാവുന്നില്ല. ഇതിൽ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. അത് പോയി അമ്മയുടെ അടുത്ത് പറയട്ടെ എനിക്ക് ഇഞ്ചോടി പഠിപ്പിച്ച് തരണമെന്ന്. ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല. എക്സാം അടുക്കാറേ ഇല്ല. എന്തോ കണ്ണും തിരുമ്മിക്കൊണ്ടിരിക്കുന്നോ? കണ്ണും തിരുമ്പോ ചൊറിഞ്ഞതുകൊണ്ടല്ലേ മാം. ചൊറിഞ്ഞതെന്ന് വെച്ച് കണ്ണും തിരുമ്മിക്കൊണ്ടിരുന്ന പരീക്ഷ അങ്ങ് പോകും. പരീക്ഷ നോക്കൂലല്ലോ. അയ്യോ ഭയങ്കര പഠിക്കണ പാവം മതി തന്നെ. ടീച്ചർ പഠിപ്പിച്ച ആരായാലും പോവല്ലോ. ഓ ഞാൻ പഠിപ്പിച്ച ആരായാലും ചോദിച്ചു പോകും. നീ ഒരാള് മാത്രമാണ് തോറ്റത്. എനിക്കിപ്പോഴും അറിയാം. നമുക്ക് നെക്സ്റ്റ് പോർഷൻ എടുക്കണം. അതില് വൈവൈകളാണ്. വൈവൈകൾ എന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ കഥയാണ് പറയുന്നത്. ഞാനിപ്പോ ഇംഗ്ലീഷ് കുറെ വായിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ഇതിലെന്താ വൈക ടെക്സ്റ്റ് കൊണ്ടുവന്നില്ല വൈക? എന്തിനാ ഇത്രയും? എന്റെ ഞാൻ വരാതെ വിളിച്ചു. അയ്യോ നിങ്ങളുടെ നോൺസെൻസ് നമുക്ക് കേസാണ്. അയ്യോ കൊയ്യോ. എന്താ മാമിനെ തർക്കുത്തരം പറയണത് കണ്ടോ? ഞാൻ നാളെ പ്രിൻസിപ്പളിന്റെ അടുത്ത് പറയുന്നുണ്ട് പഠിക്കാൻ വേണ്ടി. ചീത്ത പഠിക്കുന്നത് ഞാൻ. ഓ ശരി. അല്ലെങ്കിലേ ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. 9ന്റെ ടേബിൾ എന്തായാലും അറിഞ്ഞൂടെന്നല്ലേ പറഞ്ഞത്. 9
ഇടാം, ഒന്നിവിടെ ഇടാം. എന്നിട്ട് ഈ 9ന്റെ താഴെ 8 വരണത്. അപ്പം 8 വന്ന് ഇനി അതിൻ്റെ താഴോട്ടെ 2, 3, 4, 5, 6, 7, 8, 8 നോക്കിക്കോ. 8ന് താഴോട്ട് 7, 7ന്റെ താഴോട്ട് 6, 6ന്റെ താഴോട്ട് 5, 5ന്റെ താഴോട്ട് 4, 6ന്റെ താഴോട്ട് 3, 7ന്റെ താഴോട്ട് 2, 8ന്റെ താഴോട്ട് 1. ടീച്ചറിനെ വിളിക്കാൻ വന്നു. പിന്നെ 10 × 9 90 അല്ലേ, അപ്പൊ അതും തീർന്നു. അപ്പൊ ഇതാണ് അതിന്റെ ടേബിൾ, സത്യം പറഞ്ഞ. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ട്രിക്ക്. അമ്മ വിളിച്ചു പെൻഷൻ ഇന്ന് പോണ്ട, അവിടെ ഇരുന്ന എക്സാം സമയത്ത് അമ്മ വിളിക്കാൻ വന്നു. ഞാൻ വിളിച്ച് പറഞ്ഞാണ് ഇന്ന് വരണ്ടെന്ന്, വന്നതും ഇല്ല. എന്നിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടാകും, നോക്ക് നോക്ക്, അങ്ങോട്ട് തിരിച്ചോട്. ആരെങ്കിലും ഉണ്ടാ? ഇല്ല. എന്തായാലും ഇത് ഹോംവർക്ക് തരാം. വൈവൈകൾ എന്നാ അപ്പം ഞങ്ങള് പറഞ്ഞോണ്ടിരുന്നത്. വൈവൈകൾ എന്ന് വെച്ചാ ഓരോ ചോദ്യങ്ങൾ. ഇപ്പൊ ഒരു സാധാ കൊതുക്. അപ്പൊ കൊതുക് കടിക്കാൻ പറഞ്ഞാ എന്തോ കൊതുക് കടിക്കാൻ വന്നാ കോക്രോച്ച് എന്ന് പറയുന്ന ഇതിനൊന്നും അറിഞ്ഞൂടെ. ദൈവമേ, എവിടെ നിന്ന് വന്നതാണ്ടോ. വൈവൈകളെന്ന് വെച്ചാ എന്ത് 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 ഏത് ഏത് എന്തെന്ന്, അതായത് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ആൻസർ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. കാരണം ഒരു സ്റ്റോറിയില് വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ, ഈ സ്റ്റോറി വൈവൈകളാണ്. വൈവൈകൾ എന്ന് വെച്ചാൽ ആ കുട്ടി ഓരോ കാര്യത്തിനും എന്ത് എന്ന് ചോദിക്കും, ക്വസ്റ്റ്യൻ ചോദിക്കും. ക്വസ്റ്റ്യൻ ഇപ്പൊ ഒരു കൊതുക് വന്ന് കടിക്കണമെങ്കിൽ കൊതുക് എന്തിനാ വന്ന് കടിക്കണമെന്ന് വരെ ചോദിക്കും. ഇപ്പൊ ഈ